ഹലോ വെൽക്കം ബാക്ക് ടു എമ്മി മലബാർ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി ഒരു ചിക്കൻ കറിയാണ്. എങ്ങനെ എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി തയ്യാറാക്കാമെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ ഈ റെസിപ്പി ബാച്ചിലേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് ഈ ചിക്കൻ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം 2 സവാള എടുത്തിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ ഹൊറിസോണ്ടലായിട്ട്, അതായത് നീളത്തിൽ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി അധികം ഈ റെസിപ്പിക്ക് വേണ്ട, ആകെ ഒരു കുഞ്ഞു തക്കാളി മതി. തക്കാളി കൂടിയാൽ കറീൻ്റെ ടേസ്റ്റേ അങ്ങനെ മാറിപ്പോവും. പക്ഷെ സവാള കൂടുതലുണ്ടെങ്കിൽ കറിക്ക് നല്ല കൊഴുപ്പായി കിട്ടും. അപ്പോൾ അത് സവാള കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ തക്കാളിയും അങ്ങ് കട്ട് ചെയ്ത് മാറ്റണം. ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, അങ്ങനെ റാൻഡം ആയിട്ട് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ എടുക്കാം. ഇതിപ്പോൾ ഒരു 300 ഗ്രാമോളം ചിക്കൻ ഉണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണോളം മുളക് പൊടിയും, പിന്നെ ഒരല്പം വിനീഗർ കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ മിക്സ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇതിലേക്ക് ഒരല്പം മല്ലിയില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കനിലേക്ക് നല്ലൊരു ഫ്ലേവർ ഇറങ്ങി വരും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒരല്പം വിനീഗർ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച സവാള ചേർത്ത് കൊടുക്കണം. അപ്പോൾ സവാളൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ കറീൻ്റെ കൊഴുപ്പ് കൂടും. നല്ല തിക്ക് ഗ്രേവിയൊക്കെ വേണമെങ്കിൽ അത്യാവശ്യം സവാള തന്നെ നമ്മൾ എടുക്കേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു 300 ഗ്രാം ചിക്കനിലേക്ക് ഈ ഒരു 2 സവാള മതിയാകും. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾ കുക്കറിൽ ചെയ്തെടുത്താലും മതി. അല്ലെങ്കിൽ അടികട്ടിയുള്ള ഏത് പാത്രത്തിലും നിങ്ങൾക്കിത് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക്, 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വരുന്നത് വരെ നമ്മൾ ഈ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ സവാളിൻ്റെ കളറൊക്കെ ഏകദേശം ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ആ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതും നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഇതിങ്ങനെ ചെയ്യണമെന്നില്ല. മഞ്ഞൾപ്പൊടി ഞാൻ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്തതിലേക്ക് ഒരല്പം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ കറിയിലും ഒരല്പം കൂടി കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ പീസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഈ ചിക്കൻ കറിയിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മൾ ഇതിലേക്ക് മല്ലിപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല. മല്ലിപ്പൊടി ചേർത്ത ചിക്കൻ കറിയും മല്ലിപ്പൊടി ചേർക്കാത്ത ചിക്കൻ കറിയും ഒന്ന് ഡിഫറെൻ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അവസാനമായിട്ട് ഞാൻ ഒരല്പം മല്ലിയില കൂടി ഇതിൻ്റെ മുകളിലേക്ക് വിതറിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഞാനിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം തന്നെ മതി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ കറി വേണമെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇത് അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റ് ശേഷം ഞാൻ തുറന്നപ്പോൾ ഈ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ട്
ഒരു അത്യാവശ്യം ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും കറി വേണമെങ്കിൽ നിങ്ങൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ചേർക്കരുത്, ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റും കൂടി കുക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മൊത്തം ഇത് എനിക്ക് കുക്ക് ചെയ്യാനെടുത്ത ടൈം എന്ന് പറയുന്നത് 20 മിനിറ്റ് ആണ്. അത് നിങ്ങളുടെ ഫ്ലെയിമിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. പിന്നെ നിങ്ങളിത് കുക്കറിൽ തയ്യാറാക്കുകയാണെങ്കിൽ 2 വിസിൽ മതി. 2 വിസിൽ വന്നതിന് ശേഷം നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ എയറിൽ തന്നെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയാവും. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഞാനൊരല്പം മല്ലിയില കൂടി ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കുക. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് തയ്യാറാക്കിയ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി ബാച്ചിലേഴ്സിന് നല്ല യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.